ഹലോ, ഞങ്ങളെത്തിപ്പോയി. അപ്പോൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അങ്ങ് വയ്യാണ്ടായിപ്പോയി കേട്ടോ. വായിലൊക്കെ നിറയെ കുരുക്കൾ വന്നിട്ട് മൗത്ത് അൾസറായിരുന്നു. അപ്പോൾ ഒന്നും കഴിക്കാൻ മേല, സംസാരിക്കാൻ വയ്യ, ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. ഈ ഒരു ടൈമിൽ പോലും എനിക്ക് വയ്യ കേട്ടോ. ഓക്കെ ആയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുണ്ടിങ്ങനെ കടിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തില്ല. വോയിസ് ഓവർ കൊടുക്കാനൊന്നും വയ്യായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതും ആ ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഇപ്പോഴൊന്നും എടുത്തതല്ല, അന്ന് എടുത്തതാണ്. അപ്പോൾ കുറേ ദിവസമായപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ എനിക്കറിയാം. നിങ്ങൾ നമ്മളെ മറന്നു പോയാലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ വീഡിയോ ഇട്ടൊന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെയാട്ടോ ഇന്ന് വീഡിയോ ആയിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഇന്ന് വീഡിയോ എടുക്കുന്ന ഈ ടൈമിൽ ഇന്ന് എനിക്ക് വയ്യ. ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഇന്ന് പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഒരു മൂഡുണ്ട്. അപ്പം ഞാൻ ഓർത്തു മുന്നേ എടുത്ത് വെച്ച വീഡിയോ ഏതെങ്കിലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. അങ്ങനെയാട്ടോ ഇതുമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡ്രസ്സ് തേക്കുന്ന അമ്മയ്ക്കുള്ളതാട്ടോ. അമ്മയുടെ ടോപ്പാണ് തേച്ച് കൊടുക്കുന്നത്. ഈ റയോൺ മെറ്റീരിയലിലെ ടോപ്പുകളുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഇതാണ്, പെട്ടെന്നങ്ങ് ചുളിയും. കഴുകിയൊക്കെ ഇടുമ്പോൾ ഇടാൻ നല്ല സുഖമാണ്, പെട്ടെന്ന് ഉണങ്ങും, പെട്ടെന്ന് കഴുകാം, എല്ലാം ഓക്കെയാണ്. പക്ഷേ പിന്നെ നമുക്ക് ഒരു യൂസ് കഴിഞ്ഞാൽ തേച്ചിട്ടേ ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് റയോൺ മെറ്റീരിയൽ കുറവാട്ടോ. എനിക്കല്ലാത്ത കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. അതൊക്കെ ആകുമ്പോൾ തേക്കേണ്ട ഗൈസ്. എനിക്ക് തേക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ലെന്നല്ല, എൻ്റെ എല്ലാ ഡ്രസ്സും അങ്ങനെ തേക്കാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ ഞാൻ ഇതാട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങളോർക്കും ഇതിട്ടാണ് ഞാൻ പോയെന്ന്. അല്ല, ഇതിൻ്റെ അവസാനം ഈ ഡ്രസ്സ് മാറ്റുന്നുണ്ട്. എനിക്ക് ഒരുങ്ങാൻ കുറേ ടൈം വേണം എന്ന് വെച്ച് 2-3 മണിക്കൂർ നിന്ന് ഒരുങ്ങുന്നല്ല കേട്ടോ. ഞാൻ ആദ്യം ഒരു ഡ്രസ്സ് ഇടും, ഒരുങ്ങി തുടങ്ങുമ്പം ഇടയ്ക്ക് വെച്ചത് മാറ്റി ഞാൻ പുതിയ ഉടുപ്പിടും. ലാസ്റ്റ് ഇതൊന്നും ആയിരിക്കത്തില്ല, വേറെ ഉടുപ്പിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അതുകൊണ്ട് എനിക്ക് കുറേ ടൈം വേണം. ഇവിടുത്തെ അമ്മയുണ്ടല്ലോ, നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അമ്മ നൈറ്റി തന്നെ അതിനാവശ്യമായ ഡ്രസ്സ് ഡ്രസ്സ് മാറ്റിയുണ്ടോ ഇതിട്ടാട്ടോ ഞാൻ പോയത്. അമ്മ തലേ ദിവസമേ ഡ്രസ്സ് എടുത്ത് വെച്ച് പോകാനുള്ള എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടേ കിടക്കത്തുള്ളൂ. രാവിലെ അത്ര പെർഫെക്റ്റായിട്ട് ആൾ ഇറങ്ങുകയും ചെയ്യും. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പോകാൻ നേരത്താണ് അലമാര തുറന്നിട്ട് ഏതുടണം എന്ന് തോന്നണം. അപ്പം തോന്നുന്ന ഒന്നെങ്കിലും അത് ഇഷ്ടപ്പെടത്തില്ല, അടുത്തത് മാറ്റും. അങ്ങനെ 3 ഉടുപ്പെങ്കിലും ഞാൻ മിനിമം മാറ്റും. ഇപ്പം ദേ അമ്മ എന്നെ വഴക്കും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്ന കാഴ്ചയാട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റാത്തത്. കാര്യം എന്നെ മുന്നേ ഒരുങ്ങാൻ വിട്ടതാണ്. ഞാൻ ഒരു വിധത്തിൽ ഒരുങ്ങാൻ പറ്റാത്തത് എന്നെ വഴക്കം പറഞ്ഞാണ് അടുക്കളയിൽ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ആൾ പോയി മാച്ചിനൊരു കവറൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, മാച്ചിനൊന്നും അല്ല, എടുത്തപ്പോൾ അങ്ങനെ ആയിപ്പോയതാട്ടോ. അപ്പം ഞങ്ങൾക്ക് അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം, കുറച്ച് പച്ചക്കറി മേടിക്കണം, ഫ്രൂട്ട്സ് മേടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പോകുന്ന ആ വീഡിയോ ഒക്കെ ആട്ടോ ഇന്നിപ്പോൾ കാണിക്കുന്നത്. പിന്നെ എന്നാ പറഞ്ഞു വരുന്ന, അമ്മ ഒരു പെർഫെക്ഷനിസ്റ്റാണ് മക്കളെ. എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് കൃത്യമായി ചെയ്തു വയ്ക്കുന്ന ആൾ. അമ്മ മാത്രമല്ല കേട്ടോ, അമ്മയുടെ പുനതതിൻ്റെ കെട്ടിയവനും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിലും ഈ മൗനിക്ക് തുണ വായാടി എന്ന് പറഞ്ഞ കണക്ക് പെർഫെക്ഷനിസ്റ്റിന് വൈഫായിട്ട് വരുന്നത് ഞാൻ ഒന്നും കൃത്യമായിട്ട് ചെയ്യത്തില്ല. കുറച്ച് അമ്മയുടെയും ചേട്ടൻ്റെയൊക്കെ ഭാഷയെ പറഞ്ഞ് ഭയങ്കര അലക്ഷ്യമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇതൊന്നും എനിക്ക് വലിയ കാര്യമല്ല. പോകാൻ നേരത്തെ ഏതെങ്കിലും എടുത്തിട്ടങ്ങ് പോവാം. ഇരിക്കുന്ന എല്ലാ ഡ്രസ്സും എനിക്കിഷ്ടമാണ്. ചിലപ്പം എനിക്കത് അപ്പം ഇടുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല, അതൊക്കെയാണ് പ്രശ്നം. ഞാൻ തലേ ദിവസം എടുത്ത് വെച്ചാലും പിറ്റേന്ന് അത് മാറ്റും. അതുകൊണ്ട് ഞാനൊന്നും എടുത്ത് വെക്കാറില്ല കേട്ടോ. പിന്നെ ഇവിടെ പെൺകുട്ടികളൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഇവിടുത്തെ ഒരാൾ വന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റാണ് കേട്ടോ. പെൺപിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് കൊള്ളാമെന്ന്. ചേട്ടത്തിയും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ എല്ലാ സാധനങ്ങളും ഞാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ ബാഗുകളൊക്കെ അമ്മയ്ക്കുള്ളതാണ്. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ബാഗ് എടുത്തിട്ട് അതിനകത്ത് കർച്ചീഫ്, ഇതിനകത്ത് അത് ഓരോന്നെല്ലാം ഇട്ടിട്ട് പോവും. ഞാൻ യൂസ് ചെയ്യുന്ന മിക്ക സാധനവും അമ്മയുടേതാട്ടോ. ഇത് ഞങ്ങളുടെ പൈസപ്പെട്ടി, ഞങ്ങളെ അല്ല, അമ്മയാട്ടോ ഇതിനകത്ത് പൈസ എല്ലാം ഇട്ട് വയ്ക്കുന്നത്. എവിടെ പോയിട്ട് വന്നാലും ചില്ലറ ഉള്ളത് ഈ തട്ടത്തിനകത്ത് ഇട്ട് വയ്ക്കും. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തോട്ട് പോകുന്ന നേരത്ത് വണ്ടിക്കൂലിക്ക് ചില്ലറ എന്തെങ്കിലും ആവശ്യം വേണം, അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാനിത് നല്ല കനത്ത തൊട്ട് നോക്കി എടുക്കത്തുള്ളൂ കേട്ടോ, 10-ൻ്റെ 5-ൻ്റെയൊക്കെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പറക്കിയിട്ട് പോവാട്ടോ. ബസ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ചില്ലറകളൊക്കെ എടുത്തത്. ഈ ബാഗ് ഇന്നലെ ഞാൻ ഇട്ടിട്ട് പൊന്മുടി പോയപ്പോൾ ഇട്ടിട്ട് പോയ ബാഗ് അല്ലല്ല, അതിന് ശേഷം ഞാൻ എവിടെയോ പോയപ്പോൾ ഇട്ടിട്ട് പോയതാണ്. പക്ഷേ ഇന്ന് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ എന്നിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗ് ഞാൻ എടുത്തു കേട്ടോ. ഇപ്പോൾ ചെരുപ്പാണെങ്കിൽ കൂടി ഷൂസ് അമ്മയുടേതാട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. വാച്ച് അമ്മയുടേതാണ്, ഹാൻഡ് ബാഗ് എല്ലാം അമ്മയുടേതാട്ടോ. അമ്മ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാനതിങ്ങനെ കണ്ണ് വെച്ചിരിക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോകുന്ന നേരത്ത് അമ്മ തരും, എന്നാലും ഞാനത് നോട്ടം ഇട്ടിട്ട് ഞാനത് കൈക്കലാക്കുകയും ചെയ്യും. എന്നിട്ട് തിരിച്ചങ്ങ് കൊണ്ടുവയ്ക്കും. 2 പേര് യൂസ് ചെയ്യും. എന്നാലും ഞാനെടുത്ത മിക്ക സാധനങ്ങളും അമ്മയുടേതാണ് എന്നുള്ളതാണ് ചുരുക്കം. അപ്പം ഇവിടെ കുറച്ച് ദിവസം ഒരാൾ വന്നപ്പോൾ പറഞ്ഞൊരു കമൻറ്റ്, പെൺപിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് കൊള്ളാം, നിനക്കെല്ലാം ഇട്ട് നടന്നോടെയെന്നും. അതെ, അതൊരു ഭാഗ്യം. അങ്ങനെ ഞങ്ങളിത് വീടൊക്കെ പൂട്ടി പോവുക കേട്ടോ.
ദേ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ദേ അമ്മയുടെ ബാഗ് ഇതാട്ടോ ഞാൻ പറഞ്ഞത്. ഈ ബാഗ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് എടുത്തത്. അമ്മ അത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ ഇട്ടിട്ട് വന്ന ബാഗാണ്. ഞാൻ അന്നേ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെടുക്കണമെന്ന്. പുറത്ത് ഇവിടെ വേറെ സൗണ്ട് കേൾക്കും, കാരണം ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ. നിങ്ങളത് കാര്യമാക്കണ്ട. നിങ്ങൾ ഗേറ്റൊക്കെ പൂട്ടി ഇറങ്ങി. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിനാട്ടോ വെഞ്ഞാറമൂട്ടുന്ന ആറ്റിങ്ങലോട്ടാണ് പോകുന്നത്. അമ്മ എൻ്റെ കൂടെ ടൂ വീലർ കയറത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ടൂ വീലറിൽ പോവാമായിരുന്നു. അമ്മ എൻ്റെ കൂടെ വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു തവണ എൻ്റെ അമ്മ എൻ്റെ വണ്ടിയിൽ നിന്ന് വീണ്. അന്ന് തൊട്ട് ആൾക്ക് പേടിയാണ്, ആൾ എൻ്റെ കൂടെ വണ്ടി കയറത്തില്ല. പക്ഷേ വീണ അമ്മ ഇപ്പോഴും എൻ്റെ വണ്ടിയിൽ കയറാറുണ്ട് കേട്ടോ. അതാണ് വേറൊരു ഓരോരുത്തരുടെ മനസ്സിൻ്റെ ധൈര്യം പോലെ ഇരിക്കുമല്ലേ. അമ്മയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അമ്മ എൻ്റെ വണ്ടിയിൽ നിന്ന് വീണേൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് എൻ്റെ വണ്ടിയിൽ വന്ന ആളാണ്. അങ്ങനത്തെ അമ്മയ്ക്ക് ഇത്രയും ചുരിദാർ എടുത്തു, 4 ചുരിദാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ ഈ അടുത്ത് തിരുവരാണിക്കുളത്ത് പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്. പിന്നെ അമ്മ തിരുപ്പതിയിൽ പോകുന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ചുരിദാറൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ചുരിദാറൊക്കെ എടുത്തിട്ട് ചുമ്മാ ആവശ്യമില്ലാതെയാണ് ഈ വരവ്. വെറുതെ ഫർണിച്ചറിൻ്റെ സെക്ഷനിലും കയറിക്കഴിഞ്ഞപ്പോൾ, അതായത് വീട്ടുപകരണങ്ങൾ നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കിച്ചൺ സാധനങ്ങളുടെ അടുത്തോട്ട് കയറി. പിന്നെ അമ്മ ഒരു നാഗവല്ലിയായി മാറി. ഗൈസ്, ഇതൊന്നും അമ്മയ്ക്ക് വേണ്ട. എന്നാലും അമ്മ ഒരു വിധത്തിൽ വരത്തില്ല. ഇരുമ്പിച്ചട്ടി എടുക്കുന്നു, ചോപ്പർ എടുക്കുന്നു, ചരുവ എടുക്കുന്നു, കലം എടുക്കുന്നു. എനിക്കറിയില്ല, ചുരിദാർ എടുക്കാൻ വന്നാണ്. ഈ കുപ്പിയിലൊക്കെ അമ്മയ്ക്കുണ്ട്. എന്നാലും എല്ലാത്തിൻ്റെ വിലയൊക്കെ നോക്കി ആകെ ഒരു പരിഭ്രാന്തിയിലാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ വലുതായിട്ടൊന്നും മോട്ടിവേറ്റ് ചെയ്തില്ല. ഇതൊക്കെ കൊള്ളാം, നല്ലതെന്നൊക്കെ പറഞ്ഞു നോക്കി. പിന്നെ അധികം മോട്ടിവേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് എടുക്കമ്മേ കൊള്ളാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ എടുത്തേനെ. കണ്ടോ, ഇഡ്ഡലിക്കുട്ടമൊക്കെ ഉണ്ട്. എന്നാലും ഇഡ്ഡലിക്കുട്ടവും ഇരുമ്പിച്ചട്ടിയൊക്കെ കണ്ടപ്പം ആ മുഖത്ത് മിന്നിമറിയുന്ന ഭാവഭേദങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. വല്ലതിനെ അവിടെ നിന്ന് പിടിച്ചിട്ട് പോയേട്ടാ. പിന്നെ ഞങ്ങൾ ഇന്ന് മേടിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം, ഇത് നമുക്ക് ഫ്രിഡ്ജിൽ മീനൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളുണ്ട്. അത് 3 99 രൂപ. ഞങ്ങൾ ഇതല്ല മേടിച്ചത്, ഞങ്ങളുടെ മേടിച്ചത്. ഈ അമ്മ ഇപ്പോൾ എടുത്ത ഓറഞ്ച് 4 130 രൂപ. നല്ല പാത്രം കേട്ടോ, നല്ല കട്ടിയൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ രാമചന്ദ്രനിലാട്ടോ വന്നത്. രാമചന്ദ്രൻ്റെ തന്നെ മറ്റേ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും സെക്ഷനിലേക്ക് വന്നു. ഈ ഓറഞ്ചൊക്കെ നുള്ളി പറക്കുന്നത് എനിക്കാട്ടോ. അമ്മ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഫ്രൂട്ട്സ് കണ്ട് അമ്മയ്ക്കത് മേടിക്കണം, എന്നിട്ടത് കഴിക്കത്തൊന്നുമില്ല. അതൊക്കെ കഴിക്കുന്നത് ഞാനാണ്. അമ്മ കഴിക്കുന്ന ആകെ കുക്കുംബറാട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ആവശ്യമായ കുക്കുംബറും എനിക്ക് ആവശ്യമുള്ള ഓറഞ്ചും ഒക്കെ എടുത്തിട്ടുണ്ട്. മുരിങ്ങാക്ക നുള്ളി പറക്കെങ്കിലും വില കണ്ട് അത് കണക്ക് തിരിച്ച് വെക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര സെലക്റ്റീവായിട്ട് പറക്കുന്നുണ്ട്. പിന്നെയാണ് അമ്മ വില നോക്കിയത്. വില കണ്ടതോടുകൂടി മുരിങ്ങാക്ക ഇട്ട് അവിയൽ വേണ്ടെന്ന് പറഞ്ഞ് അത് കളഞ്ഞു കേട്ടോ. പിന്നെ മുളകും എല്ലാം എടുത്തിട്ടുണ്ട്. ഞങ്ങളിത് ഇതേന്നല്ല തന്നെ കേട്ടോ. അമ്മ ഒരു അച്ചാർ പ്രേമിയല്ല, ഞാനൊരു അച്ചാർ പ്രേമിയാണ്. അമ്മയ്ക്ക് അച്ചാർ ഇടാനും ഇഷ്ടമാണ്. അപ്പം എപ്പോഴും ഇതേന്നല്ലാണ്ട് മേടിച്ച് സ്റ്റോക്ക് ചെയ്തേക്കും തീരുന്നതിന് മുന്നേ ആയിട്ട്. ഇതേ കുമ്മിൾ മേടിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഒരു മഷ്റൂം ലവറാണ്, എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് ആറ്റിങ്ങ ബസ് സ്റ്റാൻഡിൽ വന്നു. അമ്മ അഗസ്തിപ്പൂ മേടിക്കാൻ വേണ്ടി അവിടുത്തെ മാർക്കറ്റിൽ പോയേക്കോട്ടോ. ഞാൻ ഈ സാധനങ്ങളൊക്കെ നോക്കി അവിടെ തന്നെ ഇരിക്കുവാണ്. അതുകൊണ്ട് അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത്. എനിക്ക് വയ്യാന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും വരാം. അപ്പോൾ തോന്നിയ സാധനങ്ങളുണ്ട്, എല്ലാം കൊണ്ട് അതുവരെ പോണേക്കാളും ഞാൻ അതൊക്കെ നോക്കി അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. ഗൈസ്, അമ്മ വരുന്നത് കണ്ടല്ലേ, സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇട്ടേക്കുന്ന പാൻറ്റ് ഇന്നലെ രാമചന്ദ്രനിൽ മേടിച്ചത്. ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വെറുതെ മേടിച്ചതാട്ടോ. സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല മെറ്റീരിയലൊക്കെയാണ്, പക്ഷേ കുറച്ച് കളറ് പോകുന്നുണ്ട്. കഴുകി കേട്ടോ, ഞാൻ അതിന് ശേഷം കഴുകി. അപ്പോൾ നന്നായിട്ട് കളറ് പോകുന്നുണ്ട്. പക്ഷേ ഇട്ട് നടക്കാനൊക്കെ സുഖമുണ്ട്. ലൂസ് പാൻറ്റാണ് കേട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിലുള്ള ഒരു ഉടുപ്പൊക്കെ വെച്ച് അത് സെറ്റാക്കി. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ പുട്ട വെച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ അത് പുട്ട വയ്ക്കുന്ന ചിരട്ട പുട്ടായതുകൊണ്ട് തന്നെ കുക്കർ എടുക്കുന്നുണ്ട്. അങ്ങനെ ആ കുക്കറും ചിരട്ട പുട്ട വെച്ച പാത്രങ്ങളും ഒക്കെ കഴുകി വെക്കുവാണ്. ഇനി എന്താ പരിപാടി, ഇന്നിപ്പോൾ ചക്ക വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വലിയ പരിപാടി. ചക്ക വെട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഈ ചക്കയെ പൊളിച്ചെടുക്കുന്നതിന് ഇറുത്ത് പറക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളെന്ത് പറയാമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മീൻസ് അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ് നീറ്റാക്കി എടുക്കുന്നതിന് ചക്ക ഇറുത്ത് പറക്കുന്നു എന്ന് പറയും. അപ്പം എന്താ നിങ്ങൾ പറയണേന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചക്ക ഇറുത്ത് പറക്കണം. അപ്പം അതിന് മുന്നേ കുറച്ച് കിച്ചൺ ക്ലീനിങ് ഒക്കെ ഉണ്ട്. രാവിലത്തെ കുക്കിംഗ് ഒക്കെ അമ്മയായിരുന്നു, പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്ന ഞാനാണ്.
അങ്ങനത്തെ ക്ലീനൊക്കെ ചെയ്തിട്ട് വേണം നമുക്കിനി ഉച്ചയൂണിലേക്ക്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ സ്പെഷ്യലല്ല, ഇന്നെല്ലാം നമ്മുടെ വായ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ പോയിട്ട് വന്നപ്പോൾ അഗസ്തിപ്പൂ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് വെക്കുന്നുണ്ട്. മഷ്റൂം വെക്കുന്നുണ്ട്, അത് വായിന് വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെ മുരിങ്ങയില വെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്ലാൻ, വെക്കണം എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് വായ്ക്കൊട്ടും വയ്യാത്തതുകൊണ്ട് എരിയില്ലാത്ത കറിയാണ് കഴിക്കുന്നത്. ഇന്നും എരിയില്ലാത്ത കറി കേട്ടോ. ഒന്നും എരി കൂട്ടി കഴിക്കാൻ പറ്റുന്നില്ല, രണ്ടാൾക്കും വയ്യ. എനിക്കാണ് ആദ്യം വന്നത്, അമ്മയ്ക്ക് പിന്നെ അത് പകർന്നു. അമ്മയ്ക്കും എരി കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട്. എന്തുകൊണ്ടെന്നറിയില്ല, ചൂട് സമയത്ത് ഞങ്ങൾ മുട്ട കഴിക്കുമല്ലോ ഡെയിലി, ഇനി അങ്ങനെ വന്നതാണോ ഇനി. ഞങ്ങൾ നാടൻ കോഴി മേടിച്ച് കറി വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടല്ലേ, ഈ ഒരു ക്ലൈമറ്റിൽ ചൂട് കൊണ്ടിട്ട് വന്നതാണ്. എന്തോ കഴിച്ചിട്ട് എങ്ങനെയോ വന്നതാണ്. അതുമല്ല, എനിക്ക് ആദ്യം കുറച്ച് ദഹന പ്രശ്നമാണ് വന്നത്, കഴിച്ചതൊന്നും ദഹിക്കാത്ത പോലെ തോന്നി കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിത് ഭയങ്കര അസ്വസ്ഥത. ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി എനിക്കൊന്നും കഴിക്കാൻ വയ്യ, ഞാൻ ഒന്നും കഴിക്കാതെ അന്ന് കിടന്നു. അങ്ങനെ അത് പെട്ടെന്ന് മാറാൻ വേണ്ടി ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ട് ഒരു ഇഞ്ചിയുടെ പകുതിയോളം എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് അങ്ങ് കുടിച്ചു. അപ്പോൾ ഒരു പച്ച നാരങ്ങ ഫുള്ള് കഴിച്ചു. അത് പിറ്റേന്നായപ്പം എൻ്റെ ഗ്യാസിൻ്റെ പ്രോബ്ലം മാറി, പക്ഷെ വാ നിറയെ പൊള്ളിയത് കണക്കായി. അപ്പോൾ അതാണോ റീസൺ ഒന്നും അറിയില്ല. ഞങ്ങൾ പല ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്നിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ രാവിലത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ വെയിലത്ത് വെച്ച് ഞങ്ങൾ ഉണക്കിയെടുക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് മൗത്ത് അൾസർ വന്നേ പറ്റി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾക്ക് ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കഴിച്ചു. പക്ഷേ അത് കഴിച്ചും എനിക്ക് തോന്നുന്നു സാധാരണ ഇതൊരു 3-4 ദിവസമേ നിൽക്കത്തുള്ളൂ, ഈ വായിൽ കുരു വരിക എന്നുള്ള പ്രശ്നം. എനിക്കൊരു 10-12 ദിവസത്തോളം ഉണ്ടായിരുന്നു. നാക്ക് മൊത്തം കുരു, വായിൽ കുരു, പിന്നെ അതുപോലെ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാൽ എക്സ്ട്രീം ഡ്രൈ ആണ്. എനിക്ക് വെള്ളമൊന്നും ഇല്ലാത്ത കണക്ക്, സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അതായത് നമ്മുടെ ഈ സലൈവ ഉമിനീര് ഉണ്ടാവുന്നില്ല, എങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയെ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതാണ് കേട്ടോ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. എന്തായാലും ഇപ്പോൾ മാറിയിട്ടുണ്ട്. എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ചെയ്തു. ഞങ്ങൾ അഗസ്തിപ്പൂ മേടിച്ചിട്ട് കുറേ പേര് പറഞ്ഞു അഗസ്തിപ്പൂ മെഴുക്ക് പുരട്ടി കഴിക്കുക, തോരൻ വെച്ച് കഴിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ രീതി കഴിച്ചു. പല റെമഡീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിച്ചിയുടെ ഇലകൾ കടിച്ച് തിന്നാൽ മാറുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അഗസ്തിപ്പൂ നെയ്യിലിട്ട് വരട്ടിയിട്ട് ആ നെയ്യ് എടുത്ത് ചുണ്ടിലും വായിലും ഒക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടാണെന്നറിയില്ല, എന്തായാലും ഇപ്പോൾ സംഭവം മാറിയിട്ടുണ്ട്. എന്നും ഉപ്പുവെള്ളം പിടിക്കുമായിരുന്നു, ഉപ്പും മഞ്ഞളും തേനും കൂടെ ഒഴിച്ച് വായി പിടിക്കുമായിരുന്നു. എന്തായാലും അങ്ങനെ കഴിഞ്ഞു കിട്ടി. അങ്ങനെ ഇന്ന് നമ്മൾ ചോറ് വയ്ക്കാൻ പോകും കേട്ടോ. ചോറ് വയ്ക്കാൻ പുറത്താണ് ഞങ്ങൾ ചോറ് വയ്ക്കുന്നത്. ഞങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന റോസരി വെച്ചിട്ടാട്ടോ ഞങ്ങൾ അരി വയ്ക്കുന്നത്, ചോറ് വയ്ക്കുന്നത്. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വൈകുന്നേരം ആകുമ്പോൾ ഒരു സ്മെല്ലാവും, ഒരു മാതിരിയാവും എന്നൊക്കെ. ഞങ്ങൾക്ക് അങ്ങനെ ആവുന്നില്ല കേട്ടോ. ഞങ്ങൾ മുന്നേ, അതായത് തിളച്ച് വരുമ്പോൾ, ചോറ് തിളച്ച് അത്യാവശ്യം ഭയങ്കര വെന്ത് പോകുന്നതിന് മുമ്പ് വടിച്ചിട്ട് മീൻസ് ഞങ്ങൾ എന്തുവാണ് ഈ കഞ്ഞിവെള്ളമൊക്കെ കളഞ്ഞിട്ട് അടുപ്പിലിട്ട് തന്നെ കുറേ നേരം ഇട്ട് പൊരിക്കും. അതായത് വെള്ളമൊക്കെ വറ്റി മൊത്തം ഇങ്ങനെ ചോറ് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നവർ അടുപ്പിട്ടേക്കും. അപ്പോൾ നമുക്കങ്ങനെ കുഴപ്പമില്ല. ഞങ്ങൾ ഒരു ദിവസം ചോറ് വെച്ച് അത് 3 ദിവസം വരെയൊക്കെ എടുക്കാറുണ്ട്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതേ സെയിം അരി മേടിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് ഇത് നാറ്റാവുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ വെക്കുന്നതിൻ്റെ പ്രശ്നമാകാം എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇന്ന് മുന്നേ ഈ ചോറ് കുക്കറിൽ വെക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, കുഴഞ്ഞിരിക്കും, വൈകുന്നേരം ആകുമ്പോഴൊരു സ്മെല്ലാവും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങളുടെ കലങ്ങളെല്ലാം പൊട്ടുന്നത് എന്താണെന്നും അറിയില്ല കേട്ടോ. അടി കട്ടിയില്ലാത്ത കലങ്ങളായിരുന്നു കൊണ്ടാവാം ഈ കലവും പൊട്ടി കേട്ടോ. ഞാനിന്ന് ഈ കലത്തിലാണ് ചോറ് വെക്കുന്നത്, പക്ഷേ ഈ കലം പൊട്ടി ഞങ്ങളുടെ തീയെല്ലാം അണഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ മാസത്തെ ഞങ്ങളുടെ 3ാമത്തെ കലവും പൊട്ടി. ഇനി 4ാമത്തെ കലമാണ് ഇന്നെടുത്ത് വെക്കുന്നത് കേട്ടോ. കലത്തിൻ്റെ കുഴപ്പമായിരിക്കാം, അത് ഇനി ചൂട് കൂടിയിട്ടോ എന്തോ ഞങ്ങൾക്ക് ആകെ പ്രശ്നങ്ങളാന്നേ, എന്തോ ബാധിച്ചു നമുക്ക്. അങ്ങനെ രാവിലെ ചോറും ഉപ്പ് പരിപാടികൾ ഇവിടെ തകൃതിയായി നടന്നു. നല്ല രീതിയിൽ തീ കത്തിച്ചിട്ട് പോയതാട്ടോ ഞാൻ. തീയൊക്കെ കത്തിച്ചിട്ട് ഇനി അരി അടുപ്പത്തിടാൻ വേണ്ടി പോവാട്ടോ. ഞങ്ങൾ 1 നാഴി അരിയാണ് എടുക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ 2 നാഴി എടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ദിവസത്തേക്ക് ഇങ്ങ് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അരി ഏകദേശം തീരാറായി. ഇനിയിപ്പോൾ റേഷൻ കടയിൽ പോയി മേടിക്കണം കേട്ടോ. ഞങ്ങൾ അല്ലാത്ത അരിയും മേടിച്ച് വെക്കാറുണ്ട്. എനിക്ക് വെള്ള അരി ചോറാട്ടോ ഇഷ്ടം, അമ്മയ്ക്ക് പച്ചരി ചോറാണ് ഇഷ്ടം. പിന്നെ റോസരിയാണ് പക്ഷേ ഇവിടെ സ്ഥിരം വെക്കാറുള്ളത്. അങ്ങനെ ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് വെള്ള അരി മേടിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കമ്മ അതും വെച്ച് തരാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഡേ നമ്മൾ റോസരി തന്നെയാണ് വെക്കുന്നത്. പിന്നെ
അല്ലാതെ തന്നെ ഇതിൻ്റെ തന്നെ കൂടിയ വടി റോസ് മേടിക്കും കേട്ടോ, അതും വെക്കാറുണ്ട്. ഈ വൈറ്റ് കളർ കിടക്കുന്നുണ്ടോ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിൽ ഉണ്ടാവുന്നതാട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു, അമ്മ പറഞ്ഞത് എന്തോ വിഷമാണ് ഇത് ഇനി വെക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റേഷൻ കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രോട്ടീനാണ്, ഒക്കെ അറിയാൻ പാടില്ല കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കൂവന്നിട്ട് നമ്മൾ വെന്ത ചോറ് കണക്ക് കിടക്കുന്നു. അപ്പോൾ എന്താണെന്നറിയുന്ന ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പക്ഷെ ആദ്യമൊക്കെ നമുക്ക് ഒരുമാതിരിയായിരുന്നു, പിന്നെ അത് പ്രോട്ടീനാണെന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിൽ നമ്മൾ കഴിക്കുന്നു. ഇനി എന്താണെന്നും അറിയില്ല. ഒരു വൈറ്റ് കളർ പച്ചരി പോലെ കിടക്കും വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ. വെള്ളം ഒഴിച്ചതിന് ശേഷം അരി അങ്ങ് വികസിച്ചു ചോറ് പോലെ ആവും. അപ്പോൾ അതെല്ലാം അമ്മ നുള്ളി പറക്കി കളഞ്ഞിട്ടാട്ടോ ചോറ് വെക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ മുന്നേ ഉള്ള പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ റേഷൻ കടയിലെ അരി അല്ലെ എവിടുത്തെ അരിയാണെങ്കിലും അരി 3-4 വട്ടം കഴുകിയതിന് ശേഷം വെള്ളം ഒന്ന് ചൂടാക്കി അതിനകത്ത് ഒഴിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് കഴുകി എടുക്കുമ്പോഴത്തേക്കും ആ കളറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവും. ഇതൊക്കെ ഞാൻ കാണിച്ചത് അമ്മയുടെ വീട്ടിനകത്തുള്ള ചെടികളാട്ടോ. വീട്ടിനകത്തൊക്കെ ഒത്തിരി അമ്മ ചെടി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 3 അടുക്കളയിലും ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാളിലും സിറ്റ് ഔട്ടിലും ഒക്കെ ചെടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അമ്മയുടെ പരിപാടിയാണ്. അമ്മ ഒരു വർഷം നാട്ടിലില്ലായിരുന്നു, എന്നിട്ട് പോലും അവ ഒന്നും വാടിപ്പോയിട്ടില്ല. കുപ്പിയിൽ വെള്ളം നിറച്ച് അതിനകത്ത് വെച്ചേക്കുക. നല്ല രീതിയിൽ വേരൊക്കെ ഇറങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇപ്പോഴാണ് കണ്ടത് നമ്മുടെ അരിക്കലം ചോരുന്നു. പിന്നെ നമ്മൾ കലം മാറ്റി കേട്ടോ. ഈ കലത്തു നിന്ന് മാറ്റി വേറെ കലത്തിൽ വെച്ച് അരി പിന്നെ ഒന്നേന്ന് തീ കത്തിക്കേണ്ടി വന്നു കേട്ടോ. കാരണം തീയൊക്കെ പോയി. എങ്ങനെയാണ് പൊത്തിയതെന്നും എനിക്കറിയില്ല. ഇതായിരുന്നു കേട്ടോ അവസ്ഥ. ഇന്നത്തെ ദിവസം കൊള്ളത്തില്ല. സാധാരണ അരി അടുപ്പത്തിട്ട് പിന്നെ ആ ഭാഗത്തോട്ടേ നോക്കണ്ട, തിളച്ച് കഴിയുമ്പോൾ വടിച്ചിടാൻ പോയാൽ മതി. ഈ വെള്ളം ചൂടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അരി കഴുകാനായിട്ട് ഒരു 3-4 വെള്ളം നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചേക്കും. പിന്നെ അതിൽ വൃത്തിയായിട്ട് ഞവടി കഴുകിയെടുക്കും. അപ്പോൾ ഈ കളർ റോസരിയിലൊക്കെ കുറേയൊക്കെ ഒരു കളറൊക്കെ ചേർത്താണ് വരുന്നത്. അപ്പോൾ ആ കളറൊക്കെ പോയി അതിൻ്റെ ഒരു യഥാർത്ഥ കളർ വരും എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒന്നേന്ന് തീ കത്തിക്കേണ്ടി വന്നു ഗൈസ്. നമ്മളെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചേക്കാം. ഞാൻ കുറച്ച് നല്ല തിളപ്പിച്ച വെള്ളം കേട്ടോ വെക്കുന്നത്. അപ്പം തന്നെ അരി കുറച്ചൊന്ന് വേവുന്ന പരുവാകും. പിന്നെ അരി അടുപ്പത്തിടുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ പിന്നെന്താ, ഇന്ന് ചക്ക വെട്ടുന്ന ദിവസമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങ് ചക്ക അടക്കാനൊക്കെ പോയിട്ടോ. അപ്പോൾ ഈ അരി കണ്ടോ, അരി കത്തുന്നില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. രാവിലെ കത്തിയില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഫുൾ ഇതാ അവസ്ഥ. നല്ല വിറകൊക്കെയാണ് വെച്ചേക്കുന്നത്, പക്ഷേ അടുപ്പ് മൊത്തം നനഞ്ഞു പോയി. അതാ ഇന്നിപ്പോൾ പറ്റിയത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല, അരി അടുപ്പത്തിട്ട സമയത്തെ വെള്ളം പോകുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ അശ്രദ്ധയാണ്, എൻ്റെ അലക്ഷിതാവസ്ഥയാണ് ഇതിന് കാരണം. അങ്ങനെ നമ്മുടെ അരി അടുപ്പിടുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നെങ്ങാനും കത്തി ചോറ് തിന്നാൻ പറ്റുമോ എന്തോ. അങ്ങനെ നമ്മൾ അരി അടുപ്പത്തിട്ടതിന് ശേഷം ഇനി ചക്ക വെട്ടാൻ പോവുകയാണ് ഗേസ്. അമ്മ ചക്ക അടത്തിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ ചക്ക ആയിട്ടുണ്ടോ എന്ന് പോയി നോക്കാം. കഥകൊക്കെ അടച്ചിട്ട് പോകണം. ഇവിടുത്തെ ആ പൂച്ചയെ കൊണ്ടിപ്പോൾ ഭയങ്കര ശല്യമാണ്. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ല, ഒരു ചെമ്പൻ പൂച്ച. അവനെ ഇവിടെ സ്നേഹിച്ച് വളർത്തിയിരുന്ന പൂച്ചയാണ്. അവനിപ്പോൾ തക്കം കിട്ടി അകത്ത് കയറി. അമ്മയാണെങ്കിൽ ഉണക്കമീൻ ഉണ്ടാക്കാൻ വേണ്ടി കുറേ മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വന്ന് കഴിച്ചിട്ട് പോയി കേട്ടോ. ഞങ്ങളുടെ ഉണക്കമീനൊക്കെ അവൻ 2-3 വീഡിയോ ഇവൻ കാരണം ഫ്ലോപ്പായി പോയെന്ന് വേണം പറയാൻ. ചക്കയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും അമ്മ ഇവിടെ തോട്ടയായിട്ട് ഇവിടെ മൽപ്പിടുത്തം നടത്തുവാണ്. ചക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടം വരെ ഈ ചക്കയെല്ലാം മൂട്ടിലായിരുന്നു കേട്ടോ പിടിക്കുന്നത്. അങ്ങനെ അമ്മ തുറപ്പ് കൊണ്ട് കെട്ടുമായിരുന്നു. നിങ്ങളങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തുറപ്പ് കൊണ്ട് കെട്ടുകയും ചക്കേനെ പ്ലാവിനെ അടുക്കുകയൊക്കെ ചെയ്ത്, മര്യാദയ്ക്ക് നിനക്ക് നാണമില്ലേ, നീ എന്തിനാ താഴെ കായ്ക്കുന്നത്, മോളിൽ കാച്ചോണോ എന്നൊക്കെ പ്ലാവിനോട് പറഞ്ഞു. പ്ലാവ് ഈ പ്രാവശ്യം അങ്ങ് ഉച്ചി കാച്ചിട്ടുണ്ട്. ഒന്നുപോലും ഞങ്ങൾക്ക് അടത്തിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. പിന്നെ എന്താ, താഴെയുള്ളതിനൊക്കെ നമ്മളിങ്ങനെ ചൂന്ന് നോക്കും. മീൻസ് ഇങ്ങനെ തുറന്ന് നോക്കും, വിളഞ്ഞോ എന്ന്. പിന്നെ അത്യാവശ്യം ഒന്ന് ചെറിയ കളർ ചേഞ്ച് ആയതിനെ ഒന്ന് എടുത്തോട്ടോ. മുകളിലുള്ളതൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ചക്ക വേണമെന്നുള്ളവർ വന്ന് അടത്തിട്ട് പോകാനേ പറയാം. കാരണം ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഞങ്ങൾ മൂട്ടിലുള്ളതൊക്കെ അടത്ത് അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കും. അതേ കൂടുതൽ ചക്ക അടക്കാനും ആരെയും കിട്ടാനില്ല, അടത്ത് കഴിക്കാനും പറ്റുന്നില്ല. മൊത്തം ചക്കയും മുകളിൽ നിന്ന് പഴുത്ത് പൊക്കോട്ടിരിക്കുക കേട്ടോ. ആരെങ്കിലും വന്നിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആരും ചക്ക അടക്കാനൊന്നും കിട്ടാനില്ല കഴിഞ്ഞ വട്ടമൊക്കെ. പിന്നെ ഞങ്ങൾ ചക്കക്കാരന്മാർക്ക് വിൽക്കും. അതായത് വഴിയിൽ ഈ തമിഴരുണ്ടല്ലോ, അവർ വണ്ടിയിൽ വന്നിട്ട് ഒരു ചക്കയ്ക്ക് 40 രൂപ 30 രൂപയൊക്കെ പറഞ്ഞിട്ട് മൊത്തം ചക്ക വെട്ടി എടുത്തോണ്ട് പോകും കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ അവരെ എങ്ങനെ വിളിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പൊടിച്ചക്കയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവനെ നമ്മളിന്ന് തോരൻ വെക്കുന്നുണ്ട്. പിന്നെ ചക്ക, ഇതിപ്പം കൊത്തൻ ചക്കയാണ്. കൊത്തൻ ചക്ക മീൻസ് ഇടിച്ചക്ക എന്നൊക്കെ പറയുമല്ലോ, വിളയാത്ത ചക്ക.
അതിനിപ്പം അവിയലെങ്ങാനും വെക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുവാണ്. ദേ അരിയിലെ അവസ്ഥ ദേ പഴയത് തന്നെയാണ്. ചക്ക അടുത്തിട്ട് വന്ന് നോക്കിയപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ദേ അടുത്ത ചക്കകളെല്ലാം ചെന്നം പിന്നമ്മയമ്മ മുറിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തെ ആൻറ്റിക്ക് കൊടുക്കാൻ വേണ്ടി പോയേക്കും കേട്ടോ. ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള 2 വീടുകളിൽ കൊടുക്കും. ബാക്കി പിന്നെ കൊണ്ടുപോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം അപ്പുറം ഇപ്പുറം ഒക്കെ വേറെ വീടുകളുണ്ട് കേട്ടോ. പക്ഷേ ഇത് രണ്ടും അമ്മ അതിൽ കൂടി അങ്ങ് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ആൻറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഗിരിജാൻറ്റി അമ്മയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ആൻറ്റി വന്ന് 2 ആളും കൂടി ചക്ക വെട്ടിപ്പറക്കുവാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഭവം കുമിൾ. ഇന്നലെ ഞങ്ങൾ രാമചന്ദ്രനിൽ പോയപ്പോൾ മേടിച്ചത്. അപ്പോൾ ഇത് കുമിൾ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണമെന്ന്. അതും എരിയിടാൻ പാടില്ല, എരിയില്ലാത്ത കറിയാണ്. എരിയില്ലാതെ കുമ്പളൊന്നും വെച്ചാൽ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. എനിക്ക് എരിയുള്ളതാണ് ഇഷ്ടം. പിന്നെ മുരിങ്ങയില തോരൻ വെക്കണം. വായിലെ അസുഖമൊക്കെ മാറുമെന്ന് പ്രതീക്ഷയോട് വെക്കുന്ന കേട്ടോ. പിന്നെ അഗസ്തിപ്പൂ ഉണ്ട്. ഇത് ഇന്നലെ ഞങ്ങൾ രാമേന്ദ്രയിൽ പോയിട്ട് വന്നപ്പം ആറ്റിങ്ങിൽ ചന്തയിൽ നിന്ന് മേടിച്ചതാട്ടോ. അപ്പോൾ ഇവനെ തോരൻ വെക്കണം. അപ്പോൾ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ്. കൂടുതലും മഞ്ഞയോ പച്ചയോ കളറിലൊക്കെ ഇരിക്കും. അതായത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള കറികളായിരിക്കും. മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഇടുമായിരിക്കും കുമ്മിളിൽ അമ്മ വെക്കുമ്പോൾ. കുരുമുളക് കൂടി ഒന്നും വായി തൊടാൻ വയ്യ കേട്ടോ. കൂടുതലും തൈര് കൂട്ടിയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പിൽ ഞാൻ തുണി മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് വിരിക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. അത് വിരിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പം തുണികളെല്ലാം എടുത്ത് വിരിച്ചിടുന്നുണ്ട്. അമ്മയുടെ തുണിയും കൂടെ മുകളിൽ കൊണ്ടുവന്ന് കഴുകും കേട്ടോ. അപ്പം അമ്മയ്ക്ക് കയറി വരണ്ടല്ലോ. അപ്പോൾ ഇത് ഉണക്കിയിട്ടങ്ങ് താഴെ കൊടുത്താൽ മതി. അങ്ങനെ 2 ആളെയും തുണികളൊക്കെ കഴുകി ഇവിടെ ഉണക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അത് അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഫോണിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോൺ അവിടെ ചാരി വെച്ചേക്കുവാണ്. അപ്പോൾ ജോലി നടക്കും, വീഡിയോ എടുക്കും നടക്കും, എൻ്റെ ഫോണിൽ സംസാരം നടക്കും. എന്തൊക്കെയല്ലേ ചെയ്യുന്നത് ഒരേ ടൈമിൽ. അങ്ങനെ തുണികളെല്ലാം കഴുകി ഉണക്കുന്നുണ്ട്. അമ്മ ചക്ക വെട്ടുന്നുണ്ട്. ചെറിയൊരു 11 മണിയൊക്കെ ആയ സമയത്ത്. അപ്പോൾ ഇപ്പം അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഉണങ്ങി വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങും. കുറച്ച് നേരം വെയിലത്തിട്ട് തുണിയൊന്ന് നരപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു 11:30 അവരൊരു ടൈം ഞാൻ കൊടുത്തത് കേട്ടോ. പിന്നെ എന്നാ പറയാനാ, അങ്ങനെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ലോങ് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പണ്ട് കാണുന്നവരൊക്കെ ഇപ്പോൾ കാണുന്നില്ലേ എന്നൊരു ഡൗട്ട് കേട്ടോ. കമൻസ് ഒന്നും കാണാനില്ല. കുറേ പേരിപ്പോൾ മിസ്സിങ് ആണ്. ഷീബ വാസു എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെയൊക്കെ. ആകെ അംബിക ചേച്ചി മാത്രമോ കറക്റ്റ് ഹാജർ വയ്ക്കുന്ന ഒരാൾ. ബാക്കി എല്ലാവരും ഒക്കെ വല്ലപ്പോഴും വന്നും പോയി നിൽക്കുന്നുണ്ട്. ശാലിനി ചേച്ചി അങ്ങനെ കമൻറ്റ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഷോർട്സിന് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെയൊക്കെ കമൻറ്റാണ് ഞാൻ നോക്കുന്നത്. കാരണം എനിക്ക് ഇടുന്നവരെ കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ച് വെച്ചേക്കും. അപ്പം നിങ്ങളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങൾ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. നീതു ചേച്ചിയുണ്ട്. നിങ്ങളൊക്കെ തന്നെയാണ് സ്ഥിരം കമൻറ്റ് ചെയ്യുന്നത്. പുതിയ ആൾക്കാർ കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ. സമീറയൊക്കെ വരുന്നുണ്ട്. എനിക്ക് ചേച്ചിയാണോ, ഞാൻ പേര് കണ്ടിട്ട് വിളിക്കുന്ന കേട്ടോ. എനിക്ക് അറിയില്ല നിങ്ങൾ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നുള്ളത് മെൻഷൻ ചെയ്യണം കേട്ടോ. ഇനി അമ്മയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയണം. അപ്പോൾ രമ ഗോപൻ എന്ന് പറയുന്നവരെ ആൻറ്റി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ കമൻറ്റ് ഇപ്പോൾ വലുതായിട്ട് ഇടാറില്ല. എൻ്റെ ചില വീഡിയോസിൽ കമൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പം ഇട്ടില്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ കണ്ടോ ഇല്ലയോ എന്ന്. അപ്പം കാണുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ കമൻറ്റാണ് എനിക്ക് പ്രചോദനം. അപ്പം പിന്നെ ഞങ്ങൾ ചക്ക വെട്ടുന്ന തിരക്കിലാട്ടോ. ഇടയ്ക്ക് വെച്ച് അപ്പുറത്ത് ഉമ്മ നമുക്ക് ഇത് കൊണ്ടു തന്നു. എന്താണ്, ചൂട് പരിപ്പോട കൊണ്ടു തന്നു. അപ്പോൾ ഉമ്മ പരിപ്പോട് ഉണ്ടാക്കുന്ന സമയം ഉച്ച സമയം കേട്ടോ. ഒരു 11:30 ആകുമ്പോൾ ആൾ തുടങ്ങും. ഒരു 12-1 മണിയാകുമ്പോൾ പരിപ്പോട് ഉണ്ടാക്കി തീരും. അപ്പം ഒരു 3 മണി തൊട്ട് ചായ തുടങ്ങും. അപ്പം അതവിടെ കൊടുക്കാനായിട്ടാണ്. അപ്പം നമുക്കാണ് ഏറ്റവും ചൂടോടുകൂടി സാധനം കിട്ടുന്നത്. ചുട്ട ഉടനെ ഞങ്ങൾക്ക് ഈ മതിൽ വഴി നമുക്ക് പരിപ്പോട എത്തും കേട്ടോ. ടെസ്റ്റർ നമ്മളാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഉമ്മയുടെ പരിപ്പോടയിൽ അത്ര എത്തത്തില്ല. എനിക്ക് തോന്നുന്നു വേറെയൊക്കെ ചായക്കടകളുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ ഞങ്ങൾ മേടിക്കാറുണ്ട്. പക്ഷേ ഉമ്മാരെ പരിപ്പോട അടിപൊളിയാണ് കേട്ടോ. 2 പേർക്കും ഇഷ്ടമാണ്. വായിലാണെങ്കിൽ ഭയങ്കര എരി, ഒന്നും തിന്നാൻ വയ്യ. പക്ഷേ ഇത് ഞങ്ങൾ തിന്നുന്നുണ്ട് കേട്ടോ. കാരണം ടേസ്റ്റാണ് മക്കളെ. അതും ചൂടോടെ തന്നെ കഴിക്കണം. വൈകുന്നേരം ചായയോടെ കഴിക്കാമെന്ന് പറഞ്ഞാൽ വെച്ച് മുന്നെയൊക്കെ ഞങ്ങൾ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ വൈകിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് തോന്നത്തില്ല. ചൂടോടെ നല്ല കറുമുറ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
ഞങ്ങൾ പുതിയ തീരുമാനം എടുത്തു കേട്ടോ. ഇനി ജോലികളൊക്കെ വീട്ടിന് പുറത്തിരുന്ന് ചെയ്യും, മീൻസ് കിച്ചന് പുറത്തിരുന്ന് ചെയ്യുമെന്ന്. അല്ലെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ നീറ്റായി തന്നെ കിടക്കുമല്ലോ, തൂക്കണ്ടല്ലോ. അപ്പം ഞങ്ങൾ ചക്ക അരിയലും ഉള്ളി അരിയലും ഒക്കെ ഇനി ഇവിടെ ആവണമെന്ന്. നടക്കുമെന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ എന്നത്തെയും പോലെ ഈ നാളെ തൊട്ട് പഴയ സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ദിവസം മാത്രമായിരിക്കും കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. എന്നാലും പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളെ തൊട്ട് ഇവിടെ ഇരിക്കാം. അപ്പം പിന്നെ ഇവിടെ അങ്ങ് തൂത്താൽ മതിയല്ലോ, അവിടെ പിന്നെ എപ്പോഴും തൂക്കണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെ പിന്നെ എന്താ, ഈ ഞങ്ങളുടെ മുറവും കുട്ടയൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോഴാട്ടോ ശ്രദ്ധിച്ചു. നല്ല രസമുണ്ടല്ലേ ഇതൊക്കെ കാണാനായിട്ട്, എനിക്ക് തോന്നുന്നു. പക്ഷേ ആ മുറങ്ങളൊന്നും വലുതായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. ആ കുട്ടയും അതിൻ്റെ ആവശ്യങ്ങൾ വരാറില്ലല്ലോ ഡെയിലി ലൈഫിൽ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ അരി കഴുകുമ്പോൾ പച്ചരി, ഗോതമ്പ് അങ്ങനെ ഈ കഴുകാൻ നേരത്തൊക്കെ ആ കുട്ടയൊക്കെ എടുക്കാറുള്ളൂ. മുറം പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ മുറമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ നീല മുറവും പിന്നെ ഒരു മഞ്ഞ മുറമുണ്ട്, ഇതിൻ്റെ തന്നെ ചെറുത്. അതിലാണ് ഞങ്ങളിങ്ങനെ അരിയുക, അതിൻ്റെ തോടൊക്കെ ഇടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ പച്ചക്കറി അരിയുന്നതും പഴത്തിൻ്റെ തൊലി എല്ലാം ഞങ്ങളൊരു കുപ്പിയിലിട്ട് വെക്കും. മുന്നത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിലിരുന്ന് അഴുകുമ്പം അമ്മയുടെ പച്ചക്കറി കൃഷിയുടെ മൂട്ടിലും അമ്മയുടെ ചെടിയുടെ മൂട്ടിലും ഒക്കെ കൊണ്ടൊഴിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ചുമ്മാ പറയാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കും അതൊക്കെ ചെയ്യാൻ തോന്നുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് നല്ലതാട്ടോ. ചെടികളൊക്കെ നന്നായിട്ട് പൊടിച്ച് വരും. നമ്മൾ പഴത്തൊലിയൊക്കെ അഴുകുമ്പോൾ ഭയങ്കര നല്ലതാണ്, ചെടികളൊക്കെ പൂക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം അതൊക്കെ അമ്മയുടെ വെണ്ടയ്ക്ക കൃഷിയും നമുക്ക് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. വെണ്ടയ്ക്ക, ചതുരപ്പയറൊക്കെ അമ്മ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മൂട്ടിൽ കൊണ്ട് നമ്മളിങ്ങനെ ഒഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നാട്ടുവർത്താനമൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടി ഇരുന്ന് ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നു അമ്മയുടെ കമ്പനി ഞാനും, എൻ്റെ കമ്പനി അമ്മയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്നാൽ അങ്ങനെ മടുക്കാറൊന്നുമില്ല. ഞങ്ങൾ നാട്ടുവർത്താനവും എല്ലാ വർത്താനവും പറയാറുണ്ട്. അങ്ങനെ എന്താ പകുതി ചക്കയും എൻ്റെ വായിലോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീഡിയോ കണ്ടപ്പം. രണ്ട് ചക്ക മുറത്തിലോട്ട് പോകുമ്പോൾ 3 ചക്ക എൻ്റെ വയറ്റിലോട്ട് പോകുന്നുണ്ടല്ലേ. അപ്പം ഒരു ചക്ക കിട്ടിയ അമ്മ മൊത്തം അരിഞ്ഞ് ഫ്രീസറിൽ വെക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേശ്ശെ എടുത്ത് വെക്കും. നിങ്ങൾ ഫ്രീസറിലാണോ വെക്കുന്നത്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ല കല്ല് കണക്കിരിക്കും കേട്ടോ. അരിഞ്ഞങ്ങ് വെക്കും. പിറ്റേന്ന് അതെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചാൽ മതി. നമ്മളല്ലാതെ താഴെ വെച്ചേക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് ഒരു മധുരത്തിൻ്റെ ഒരു കയ്പിൻ്റെയൊക്കെ ടേസ്റ്റ് വരും. കുറേ ദിവസമൊന്നും നമുക്കങ്ങനെ സൂക്ഷിക്കത്തില്ല. ഫ്രീസറിലാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാം കേട്ടോ ചക്ക. അപ്പോൾ ചക്ക ഇങ്ങനെ അരിഞ്ഞ് കവറിൽ കെട്ടി ഫ്രീസറിൽ അങ്ങ് വെച്ചേക്കും. അപ്പോൾ കല്ല് കണക്കിരിക്കും. അതെടുത്തിട്ട് നമുക്ക് വേവിക്കാൻ നേരത്ത് അതെടുത്തിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് വേവിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. ഒരു കുഴപ്പമില്ല, നമുക്ക് ചക്ക അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അല്ലാതെയും ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ചക്കക്കാലാവുന്ന സമയത്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയതിന് ശേഷം ഉണക്കി വെക്കും. പച്ചച്ചക്ക പച്ച പോലെ ഉണക്കി വെക്കും, അതായത് അരിഞ്ഞിട്ടങ്ങ് ഉണക്കി വെക്കും. ചിലപ്പോൾ ആവി കയറ്റിയിട്ട് ഉണക്കി വെക്കും. ഈ 2 രീതിയിൽ വെച്ചാലും നമുക്ക് എല്ലാ സമയത്തും എടുക്കാം. നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്നേ. അങ്ങനെ ചെയ്തൊരു വീഡിയോ ഇതിനകത്ത് ഞങ്ങൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പുവട ഇപ്പോഴാട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ പരിപ്പുവടയെക്കുറിച്ചാണ് കുറച്ച് നേരം മുന്നേ ഞാൻ പറഞ്ഞു, ഉമ്മയുടെ പരിപ്പുവടയെന്ന് കേട്ടോ. അപ്പോഴുള്ള ഈ വീഡിയോയിൽ ഇത് വന്നിട്ടില്ലായിരുന്നു, ഇപ്പോഴാട്ടോ വീഡിയോയിൽ ഇത് എത്തിയത്. അപ്പം ഞാൻ കഴിച്ചിട്ടിരുന്നത് പച്ചച്ചക്കയായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ ഞാൻ പരിപ്പുവട കഴിക്കുന്നത്. ഇത് ഉമ്മ തന്നതാണ്, പക്ഷേ അത് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഉമ്മ ഈ മതിൽ വഴി വന്ന് വിളിച്ചിട്ട് നമുക്ക് നല്ല ചൂടോടുകൂടി തന്നതാണ്. രണ്ടാൾക്കും വയ്യെങ്കിലും കറുമുറ കടിച്ച് കഴിക്കുന്നുണ്ട്. എരിയൊന്നും കഴിച്ചുകൂടാ, പക്ഷേ ഇതിൽ വലിയ എരി ഇട്ടിട്ടില്ല, മുളക് പൊടി ഇടത്തില്ല, പച്ചമുളകാണെന്ന് തോന്നുന്നു ഇടുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇനി പൊക്കുന്നതല്ല, സത്യമായിട്ടും നല്ല വടയാണ് ഉമ്മാരെ വട. ഇനി ഇന്നത്തെ നമ്മുടെ പാചകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അരിച്ചിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്തൊക്കെയാ, അഗസ്തിപ്പൂ തോരൻ, മുരിങ്ങയില, കുമ്പളൊക്കെയാണ് ഇന്നത്തെ പാചകം. അപ്പോൾ അവയൊക്കെ ഇനിയിപ്പോൾ അരിഞ്ഞെടുക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഇത് കുറച്ച് വലിയ വീഡിയോ ആണെന്ന് തോന്നുന്നു. ഞാൻ അത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ കൂടുതൽ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞില്ല, കൂടുതൽ സ്പീഡാക്കിയതുമില്ല. കാര്യം സ്പീഡാക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ട്യൂണിടാമെന്നാണ് ആദ്യം ഓർത്തത്. അപ്പം ട്യൂണിടുന്നതും കുറേ പേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ വർത്താനം പറയുന്നതുകൊണ്ട് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിട്ടേ ഇരിക്കും കേട്ടോ. പിന്നെ എന്നാ പറയാനുള്ളത്, ഇപ്പം എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ്? നിങ്ങളുടെയൊക്കെ നാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ ചൂട് അനുഭവപ്പെടാറില്ല. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും മരങ്ങളുണ്ട്. അപ്പം എനിക്ക് വലുതായിട്ട് ചൂട് തോന്നാറില്ല. പക്ഷേ ഈ വീട്ടിന് പുറത്ത് ഞാൻ എവിടെ പോയാലും എനിക്ക് ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂട് പൊള്ളം കണക്കൊന്നും. പക്ഷേ വീട്ടിലെനിക്ക് ആ ചൂട് ഭയങ്കര പ്രശ്നമില്ല. എനിക്ക് ചൂട് കൂടുമ്പോൾ മൈഗ്രെയിൻ വരും കേട്ടോ. എനിക്ക് ചൂട് ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് തലവേദനയായിരിക്കും മിക്ക ദിവസവും. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു.
അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന്. ഞാൻ ഹോമിയോ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, കുറവുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞൊരു 4 വർഷമൊക്കെ കഴിക്കുമ്പോൾ മാറും എന്നൊക്കെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യും, അതാ പ്രശ്നം. അമ്മ പോകുമ്പം ഞാൻ പിന്നെ ഇതൊന്നും ചെയ്യത്തില്ല, അമ്മ വരുമ്പോഴേ പിന്നെ ചെയ്യത്തുള്ളൂ. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്നാ, അങ്ങനെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചക്ക വെട്ടുന്ന ദിവസം കുറേ ടൈം അങ്ങനെ അങ്ങ് പോവും. ചക്ക വെട്ടി അതിനെ പൊളിച്ച് അതിന് കുരു കളഞ്ഞ് പിന്നെ കുരുവും അരിഞ്ഞ് ക്ലിയർ ആക്കിയാണ് അമ്മ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതുപോലെ തന്നെ ചക്കയും അരിഞ്ഞാണ് വെക്കുന്നത്. ഇന്ന് ആവശ്യത്തിനുള്ളത്, ഇന്നത്തെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആവശ്യത്തിനുള്ളത് ഇന്നത്തെ കുമ്മിള് കറിയാണ്. പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, പച്ചമുളകും കുരുമുളകും കൂടി. മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല, മുളക് പൊടിയൊന്നും എനിക്ക് തൊടാൻ പറ്റുന്നില്ല. പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ, വറ്റൽ മുളകും കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഒരു എരിയില്ലാതെ പിന്നെ കുമ്പിള് വെച്ച് കഴിക്കുന്ന നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കുമ്പിള് ഇന്നലെ രാമചന്ദ്രനിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. പിന്നെ മുരിങ്ങയില അപ്പുറത്തെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് പിച്ചി തന്നതാട്ടോ. പക്ഷേ ഇന്ന് ഈ മുരിങ്ങയില ഞങ്ങൾ വെക്കുന്നില്ല, കാര്യം കുറേ ടൈം എടുക്കുന്നുണ്ട് ഇത് അരിഞ്ഞ് വെക്കുമ്പോൾ. അപ്പോൾ അമ്മ പറഞ്ഞ് ഇനി അങ്ങ് ഫ്രിഡ്ജ് വെക്കുക, നാളെ വെക്കാമെന്ന്. പക്ഷേ ഇന്ന് അരിയിക്കം മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ. ഇന്ന് കുമ്മിളും അഗസ്തിപ്പൂ തോരനും ചക്കയും, അങ്ങനെ എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു മഞ്ഞക്കറിയാണ്. പിന്നെ തൈരും. മഞ്ഞ മാത്രമേ കഴിക്കാനും പറ്റത്തുള്ളേ, എന്ത് ചെയ്യാനാ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ അസുഖം വന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊരു 10 ദിവസത്തിന് മേലെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു, ഇനി ക്ലീനിങ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അകത്ത് കൊണ്ടുവച്ച് അരിയും. ഞങ്ങൾ പുറത്ത് വെച്ച് അരിയാന്ന് തീരുമാനിക്കുമെങ്കിലും ചക്ക വെട്ടിക്കളഞ്ഞപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം പറക്കി അകത്ത് കൊണ്ടുവച്ചു. പിന്നെ അകം തൂക്കാമെന്ന് തന്നെ വിചാരിച്ചു. അകം തൂക്കാൻ വലിയ പാടൊന്നുമില്ല, എന്നാലും ചിലപ്പോൾ അമ്മ പറയും നമുക്ക് വെളിയിരിക്കുവാണെങ്കിൽ പിന്നെ അകം തൂക്കണ്ടല്ലോ എന്നിങ്ങനെ പറയാറുണ്ട്. എന്നാലും പിന്നെ പഴയ പടി തന്നെ ഞങ്ങൾ ചെയ്തു. അങ്ങനെ പിന്നെ തൂപ്പും തുടപ്പും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ചോറ് കഴിക്കുന്നത്. ചോറ് കഴിച്ചാൽ പിന്നെ ഉണ്ട് ഞങ്ങൾ വയ്ക്കുന്ന പാത്രങ്ങളിൽ നിന്നിപ്പോൾ പാന്, ഇരുമ്പിച്ചട്ടി, അതിനകത്തിരിക്കുന്ന എല്ലാം വേറെ പാത്രങ്ങളിലോട്ടാക്കും. വന്നിട്ട് ആ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കും, വന്നിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചിട്ട് വെച്ചിരിക്കുന്ന ഏത് പാത്രത്തിലാണോ എടുത്ത് വെച്ചത് പിന്നെ ആ പാത്രം കഴുകും കേട്ടോ. അങ്ങനെ നിറയെ പാത്രം കഴുകലാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. എന്നാലും കുഴപ്പമില്ല, ഇരുമ്പിച്ചട്ടി കുക്കർ കണക്കുള്ളതൊക്കെ നമ്മൾ മുന്നേ കഴുകും. ഗ്യാസും ഒക്കെ അങ്ങ് തുടച്ച് നീറ്റാക്കി വെക്കും. അപ്പോൾ പിന്നെ എപ്പോഴും അവിടെയൊക്കെ നമ്മളിങ്ങനെ നീറ്റാക്കി ഇട്ടിരിക്കുമ്പോൾ ഈച്ച, ഉറുമ്പ്, പല്ലി, പാറ്റ അവരാരും വരത്തില്ല. അപ്പം അങ്ങനെയൊക്കെ നീറ്റാക്കി ഇടുക. ഇടയ്ക്ക് വെച്ച് ഈച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം ഇല്ല. അത് എത്ര തുടച്ചിട്ടാലും ഈച്ച വരുമായിരുന്നു. അതൊരു ഈച്ചയുടെ ഒരു സീസണായിരുന്നു, എല്ലാ വീട്ടിലും ഈച്ച വരുന്നൊരു സമയമായിരുന്നു. അല്ലാതെ ഇവിടെ പൊതുവിൽ അങ്ങനെ ഈച്ചയൊന്നും വരാറില്ല. ഞങ്ങൾ എപ്പോഴും നല്ല നീറ്റാക്കിയാണ് വെക്കാറുള്ളത്. ഇത് അപ്പുറത്തെ അല്ല, നമ്മുടെ വീട്ടിലെ പൂച്ചയ്ക്ക് എന്തോ അമ്മ കൊടുത്തിട്ട് കയറി വന്നതാട്ടോ. പിന്നെന്താ, നമ്മുടെ ഇന്നത്തെ ചോറ് കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഫുൾ മഞ്ഞയാണിന്ന് ചോറ്. മഞ്ഞ എന്തൊക്കെ കറിയുണ്ട്, ചക്കയുണ്ട്, ചക്ക, അഗസ്തിപ്പൂ തോരൻ, പിന്നെ കുമ്പള് കറി. ഇത്രയാണ് ഇന്നത്തെ കറികൾ. എരി തിന്നാത്ത ജീവിതങ്ങളാണ്. ഒരു 10 ദിവസം കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റാത്തത് തൊട്ട് അമ്മയും കഴിപ്പില്ല കേട്ടോ. അമ്മയും എരിയില്ലാതെ വെക്കത്തുള്ളൂ, കാര്യം ഞാൻ കഴിക്കില്ലല്ലോ. അമ്മ മാത്രം വെച്ചിട്ട് കഴിച്ചാൽ തീരത്തുമില്ല. അങ്ങനെ പിന്നെ അമ്മ എൻ്റെ കൂടെ കൂടി. പക്ഷേ അത് നന്നായി, കാര്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്കും അസുഖം വന്നു. ഞങ്ങൾ ഉച്ചക്കത്തേക്ക് മാത്രമാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങൾ ചോറ് കുറവാണ് കഴിക്കുന്നതെന്ന് ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചോറ് കുറവാണ് കഴിക്കുന്നത്, പക്ഷേ ഞങ്ങൾ കൂട്ടാൻ കുറേ കഴിക്കാറുണ്ട്. അപ്പോൾ ചിലർ കമൻറ്റ് ചെയ്യും ഇങ്ങനെ കറികൾ എന്തിനാ ഇത്രയും കറി വെക്കുന്നത്, 2 കറി പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം അത് നമ്മൾ കറി തോനെ വെക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ചോറ് കുറച്ചാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് കറി തോനെ വെക്കുന്നത്. അപ്പോൾ കറി കഴിച്ചിട്ടാണ് ഞങ്ങൾ വയറ് വീപ്പിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇത്ര ചോറ് മാത്രം കഴിച്ചാൽ നമുക്ക് വയറ് വീക്കത്തില്ലല്ലോ. അപ്പോൾ ചോറ് കുറച്ചെടുത്തിട്ട് കറി കൂടുതലെടുക്കും. എന്ത് കറിയാണെങ്കിലും കറികൾ കൂടുതലെടുത്തിട്ട് കഴിക്കും. ഇന്ന് തൈര് ഇത്രയേ ഉള്ളൂ കേട്ടോ. തൈര് ഇന്നലെയൊക്കെ കോരി കുടിയായിരുന്നു, പെട്ടെന്ന് അസുഖം കഴിയാൻ വേണ്ടിയിട്ട്. അതാട്ടോ നമ്മൾ ചോറ് കുറച്ചെടുക്കുന്ന കാര്യം. പിന്നെ കറികൾ ഇത്രയും വെക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്, കറികൾ അത് ഞങ്ങൾ ഉച്ചയ്ക്ക് നിറയെ കഴിക്കാറുണ്ട്. ഉച്ച കൊണ്ട് തീർക്കും. നൈറ്റ് പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ചില ചോറാണെങ്കിലും വേറെ കറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 7 മണിയൊക്കെ ആകുമ്പം അത് തോനെ കറിയൊന്നും നൈറ്റ് വെക്കത്തില്ല. ചോറങ്ങനെ റയറായിട്ട് കുമ്മിളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി കുമ്മിള് കറി വെക്കും. കുമ്മിള് മീൻസ് മഷ്റൂമാണ്, അതും ചോദിച്ചിട്ടുണ്ട് ആരോ.
അല്ലാതെ പിന്നെ അത് എന്തെങ്കിലും ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും കാപ്പിയാണ് നൈറ്റ് കഴിക്കാറ്. പതിവ് അതാണ്. അമ്മയ്ക്ക് ഷുഗറുണ്ട് കേട്ടോ. അപ്പം അതിനെ ഇതാക്കിയിട്ട് അമ്മ അങ്ങനെ ചോറ് കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് ഇച്ചിരി വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ച് വയറൊക്കെ കുറച്ച് സ്ലിം ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ചോറ് കുറച്ചാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര വിശപ്പാട്ടോ ഇത്ര ചോറ് മാത്രം കഴിച്ചിട്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കും. അതാ അമ്മയുടെ ഓറഞ്ചൊക്കെ മേടിച്ച് വയ്ക്കുന്നത്. ഞാൻ രാത്രി ആകുമ്പോൾ ഇവിടെ ഇറങ്ങി വരാറുണ്ട്. അമ്മ ഉറങ്ങിയതിന് ശേഷം വന്നിട്ട്, കാര്യം 8 മണിക്ക് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കും. അപ്പോൾ എനിക്ക് 10-12 മണിയായാലും ഞാൻ ഉറങ്ങത്തില്ല. അപ്പോൾ എനിക്ക് അടുത്ത വിശപ്പാകും. അപ്പോൾ ഞാൻ വന്നിട്ട് ഇങ്ങനെ തപ്പി നടക്കും ഇവിടെയൊക്കെ, എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. അതുകൊണ്ട് അമ്മ ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ച് വയ്ക്കും. ഞാൻ രാത്രി വരുന്നത് കൊണ്ട്. പിന്നെ പുറത്ത് അടുക്കളയിൽ, ഈ അടുക്കളയിൽ ഇറങ്ങാറില്ല. അതുകൊണ്ട് ഇപ്പോൾ മുട്ടയൊന്നും പൊരിച്ച് കഴിക്കത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇരിക്കുന്ന സാധനം എടുത്ത് കഴിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അകത്ത് എന്താണ് കഴിക്കാനുള്ളത് അകത്തെടുത്ത് വെച്ചിട്ട് കിടക്കും. അമ്മയ്ക്കറിയാം ഞാൻ രാത്രി വെളിയിൽ ഇറങ്ങി വരും. അമ്മയ്ക്ക് പേടിയാണ് ഞാനിങ്ങനെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ കഴിക്കാനുള്ള സാധനമൊക്കെ അമ്മ കൊണ്ട് അകത്ത് വെച്ചേക്കും. അമ്മ അറിയത്തില്ല ഞാൻ ഇറങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ. അമ്മ പറയും ഒരു നോക്കുമ്പാക്കും ഇല്ലെന്നാണ് എന്നെ പറയുന്നത്. അങ്ങനെ ചോറ് കഴിച്ചു. പിന്നെ നമ്മൾ മോര് വെള്ളം വായിക്കൊള്ളു കേട്ടോ. അതും നമുക്ക് കിട്ടിയൊരു ഉപദേശമാണ്. ഉപ്പിട്ടിട്ട് തൈര് വായിൽ കുറേ നേരം കൊണ്ട് നിൽക്കുമ്പോൾ അസുഖം പെട്ടെന്ന് പോകുന്നു. അങ്ങനത്തെ അതാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി തൈരേ ഉണ്ടായിരുന്നുള്ളൂ, 2 പേരും കൂടി കലക്കിയിട്ട് വായിക്കൊള്ളുവാണ്. പക്ഷെ എന്തായാലും കുറഞ്ഞു കേട്ടോ. എന്തൊക്കെ ചെയ്തു നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്ത് ചെയ്തിട്ടാണ് കുറഞ്ഞെന്നും അറിയത്തില്ല. ഇപ്പം എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ കഴിച്ച പാത്രങ്ങളും വെച്ച പാത്രങ്ങളും ഒക്കെ കഴുകി വെച്ചാൽ മതി. അങ്ങനെ തകൃതിയായി നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി റെസ്റ്റ് എടുക്കും, കുറച്ച് സമയം റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം തൂപ്പ്, പാത്രം തേപ്പ്, വിളക്ക് തേപ്പ്, വിളക്ക് കത്തിപ്പ്, പിന്നെ നൈറ്റ് എന്തെങ്കിലും ഉണ്ടാക്കും, കഴിക്കും. അതൊക്കെ ആട്ടോ നമ്മുടെ സ്ഥിരം റൊട്ടീൻ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാറ്. നിങ്ങൾക്ക് കണ്ടും എടുക്കുന്നത്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഇതാട്ടോ അവസ്ഥ. അമ്മ പോയി കിടന്നങ്ങ് ഉറങ്ങും. ഒരുപാട് ടൈമൊന്നുമില്ല, 1/2 മണിക്കൂർ 1 മണിക്കൂറാണ്. ഞാൻ സമയം കുറച്ച് എഡിറ്റിംഗ് ആണ് കേട്ടോ. വീഡിയോ ഒക്കെ എഡിറ്റിംഗ് ആണ്. എനിക്ക് ഉച്ചയ്ക്കത്തെ വീഡിയോ എന്താ കഴിച്ചതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഷോർട്സ് ഇടുമല്ലോ, അപ്പോൾ അതിടണം. അപ്പം അതൊക്കെ ചെയ്തിട്ടിരിക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മയ്ക്കൊരു മരണത്തിന് പോകണമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ് രണ്ടാളുടെ. അപ്പോൾ ചുണ്ടാകുമ്പോൾ ഇങ്ങനെ തുടയ്ക്കുന്നത് നമുക്ക് ഭയങ്കര അസ്വസ്ഥത. അങ്ങനെ അമ്മ മരണത്തിന് പോവുകയാണ് കേട്ടോ. അങ്ങനെ മരണത്തിന് പോയപ്പം ഞാനിങ്ങനെ ഏകയായി. മുറ്റമൊക്കെ തൂത്തായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നിൽക്കുവാണ്. ഇനി പോയി കുളിക്കണം. കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അമ്മ വരും, വിളക്കൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും. അങ്ങനെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അമ്മ ഫോൺ ചെയ്തിട്ടിരിക്കുവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.